ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിതമന്ദിരം ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ തന്നെ ഹരണരീതികൾ ചാപ്റ്റർ 4 ലാസ്റ്റ് വീഡിയോയുമായിട്ടാണ്. അതിൽ 5 പ്രവർത്തനങ്ങളാണ് ഉണ്ടായത്. 4 പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് 5ാമത്തെ പ്രവർത്തനം കൃത്യമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. അത് നമ്മൾ ഓരോ ചോദ്യവും വെറുതെ ഒരു ആൻസർ എഴുതി പോകുമല്ലോ, അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി അതെങ്ങനെ കിട്ടുന്നു, അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതെല്ലാം പഠിച്ചുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ പഠിച്ചു പോകുമ്പോൾ നമുക്ക് കണക്ക് എന്താണ്, ഈസി ആയിട്ട് മാറുന്നു. അടിത്തറ വളയ്ക്കണം, എന്നിട്ട് ഭിത്തി കെട്ടണം, അതിന്റെ മുകളിൽ മേൽക്കൂര പണിയണം. ഇങ്ങനെയുള്ള ഒരു അത്ഭുത വിദ്യയാണ് കണക്ക്. അപ്പൊ അടിത്തറ ഉറപ്പിച്ചു പോകാൻ നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം. സമയമില്ലാത്തതിന്റെ പേരിൽ വെറും ആൻസർ എഴുതി പോയി കഴിഞ്ഞാൽ ഇത് ആഴത്തിലേക്ക് ഇറങ്ങില്ല, കുട്ടികൾക്കും പ്രയാസം വരും. ഓക്കെ, നമുക്ക് 5ാമത്തെ ചോദ്യം ഒന്ന് നോക്കാം. ഞാൻ ചോദ്യം ഇവിടെ വായിക്കാം. ആദ്യം ഇംഗ്ലീഷിലൊന്ന് വായിക്കാം. Write each of the numbers as 10 times 8 and a remainder. അതായത് ചുവടെയുള്ള സംഖ്യകളെ 8ന്റെ മടങ്ങും മിച്ചവുമായി പിരിച്ചെഴുതാനാണ് പറഞ്ഞത്. നമ്മള് 4ാമത്തെ ചോദ്യത്തിൽ കണ്ട അതേപോലത്തെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. അതിൽ എ പറഞ്ഞിരിക്കുന്നത് 9 ബി ചോദ്യം ഇതിൽ വന്നിരിക്കുന്നത് 98. അടുത്തത് നിങ്ങൾക്ക് ഊഹിച്ച് എഴുതാം. എന്താണ് ഇത്? 9, ഇത് 98. അപ്പൊ അടുത്ത എന്തായിരിക്കും? 987. അപ്പൊ 9നെ 8ന്റെ മടങ്ങും മിച്ചവുമായിട്ട് എഴുതാൻ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. എങ്ങനെ എഴുതാം? 8 × 1. 8 × 1 എന്ന് പറയുമ്പോൾ 8 പ്ലസ് എന്താണ് വരിക? 1. 1 8 1 9. അങ്ങനെയാണെങ്കിൽ 98നെ എങ്ങനെ എഴുതാം? എനിക്ക് എഴുതാൻ വേഗം കിട്ടും, പക്ഷെ നിങ്ങൾക്ക് അതൊന്നും കൂടെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്കത് എഴുതി ഹരിക്കാം. 98നെ 8 കൊണ്ടാണ് ഹരിക്കേണ്ടത്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ ഞാൻ 11 എടുത്തു. 11 8 88. 11 8 എത്രയാണ്? 88. അതായത് 8ന്റെ 11 മടങ്ങാണ് 88. 98ൽ നിന്ന് 88 കുറച്ചാൽ എത്ര വരും? 10 വരും. ഇനി നമുക്ക് നോക്കാം. ഇവിടെ 2 1 നേരത്തെ ചെയ്ത് നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പൊ ഇവിടെ 8 8ന്റെ 1 മടങ്ങാണ് വരിക. അപ്പൊ ഒരു 8 എത്ര വരും? 8. ബാക്കി എത്രയാണ് വരുന്നത്? മിച്ചം 2. അതായത് 8ന്റെ 12 മടങ്ങിനോട് കൂടെ മിച്ചമായ 2 കൂട്ടിയത്. നമുക്ക് എങ്ങനെ എഴുതാം? 8ന്റെ 12 മടങ്ങിനോട് 2 കൂട്ടിയത്. അങ്ങനെ ആയാൽ അടുത്തത് നമ്മൾ നേരത്തെ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ടതാണ് 8ന്റെ 123 മടങ്ങിനോട് 3 കൂട്ടിയതാണ് വരിക. ശരിയാണോ ഇല്ലയോ? നമ്മൾ ഊഹിച്ചെഴുതി. അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ഊഹിച്ചെഴുതാൻ പറഞ്ഞത്, പക്ഷെ ഇത് നമ്മളൊന്ന് ഊഹിച്ചെഴുതിയതാണ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. 987. ഇതിനെ 8ന്റെ മടങ്ങും മിച്ചവുമായിട്ട് എഴുതാൻ നമുക്കിവിടെ 8 എടുത്തു. അപ്പൊ ഇവിടെ ആദ്യം ഞാൻ എടുത്തത് 111. അപ്പൊ 8ന്റെ 111 മടങ്ങ് എന്ന് പറയുന്നത് 888. ഇവിടെ നമുക്ക് മറ്റൊരു കാര്യമുണ്ട്. ഈ 987ൽ നിന്ന് 888 കുറയ്ക്കുന്നതിനേക്കാൾ ഈസി ആയിട്ട് ഇവിടെ 1 കൂട്ടുക. അപ്പൊ 988 വരും. ഈ 988ൽ നിന്ന് 88 കുറച്ചിട്ട് 1 മൈനസ് ചെയ്യാം. അപ്പൊ 988ൽ നിന്ന് 888 കുറച്ചാൽ നമുക്ക് കിട്ടും 100. 100ൽ നിന്ന് 1 മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താണ്? 99. ഇനി നമുക്ക് അടുത്തത് എന്താണ്? 11. അതായത് 8ന്റെ 11 മടങ്ങ്. 11 8 88. ഇവിടെയും നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാം. 100ൽ നിന്ന് 88 അങ്ങോട്ട് കുറയ്ക്കുക. 100ൽ 88 കുറച്ചാൽ 12. എന്നിട്ട് 1 മൈനസ് ചെയ്യുക. അപ്പൊ എത്രയാണ് വരിക? 11. ഇനി ഇവിടെ 8 ഒരു പ്രാവശ്യം, 8ന്റെ 1 മടങ്ങ് 8 വരുന്നത്. ബാക്കി റിമൈൻഡർ എത്ര വരും? 3. നോക്ക. 111 11 112 122 122 1 123. അതായത് 8ന്റെ 123 മടങ്ങിനോട് 3 കൂട്ടിയതാണ് വരിക. ഓക്കെ ആയില്ലേ?
നല്ല രസമായിട്ട് മനസ്സിലാകുന്നില്ലേ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിരുന്നു നാലാമത്തത്. അതിനെ തന്നെ കണക്ട് ചെയ്തുകൊണ്ട് വരുന്നതാണ് ഇതും. ഇത് ഉപയോഗിച്ച് നമുക്ക് നമ്പർ ചാർട്ട് തയ്യാറാക്കാം. അപ്പൊ ഇവിടെ ആദ്യം 111 3 1 ഇവിടെ 2 1. ഇത് ആദ്യം പറഞ്ഞു തരട്ടെ, ഞാൻ രഹസ്യമായിട്ട് പറഞ്ഞു തരാണ്. ഇവിടെ 3 1, ഇവിടെ 2 1, ഇവിടെ 1 1. അപ്പൊ 3 1 വരുമ്പോ 100ന്റെ സ്ഥാനത്ത് 1, പിന്നെ 10ന്റെ സ്ഥാനത്ത് 2, ഒറ്റയുടെ സ്ഥാനത്ത് 3 വരും. ഇനി ഇവിടെ മറ്റൊരു രഹസ്യം നമുക്ക് മനസ്സിലാക്കാവുന്നത്, ഇവിടെ 1 വന്നു, ഇവിടെ 1 2 വന്നു, ഇവിടുത്തെ മൂന്നാമത്തെ അതായത് വന്നു കഴിഞ്ഞപ്പോ 1 2 3 വന്നു. അപ്പൊ ഇവിടെ 3 വരുമ്പോ ഇവിടെ 3 തന്നെയാണ് വരുന്നത്. ഇനി മറ്റൊരു കാര്യം നോക്കിക്കഴിഞ്ഞാല് 98 2 100, 987 3 1000, 9 1 10. ഇതൊക്കെ ചെറിയ ചെറിയ ട്രിക്കുകളാണ് കേട്ടോ. അപ്പൊ നമുക്കൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 5ല് ഒന്നാമത്തെ കണക്കൊന്ന് നോക്കാം. 9876നെ 8ന്റെ മടങ്ങും മിച്ചവുമായി എങ്ങനെ പിരിച്ചെഴുതാമെന്ന് ഊഹിക്കുക. ഊഹം ശരിയാണോ എന്ന് പരിശോധിക്കുക. ഊഹം ശരിയാണോ എന്ന് പരിശോധിക്കണമെങ്കിൽ നമ്മൾ കൃത്യമായി അത് ചെയ്തു നോക്കണം. ഇങ്ങനെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വന്നാൽ നിങ്ങൾ ആ പരിശോധിക്കുന്ന വിധവും കൂടെ എഴുതി വെക്കണം. അപ്പൊ നമുക്കൊന്ന് നോക്കാം. നേരത്തെ നമ്മൾ അതിന്റെ പ്രത്യേകതയൊക്കെ പറഞ്ഞു. ഇവിടെ 6ആണ്, 9876. 4 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 10,000 ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഏതായാലും 8 ഇൻറ്റു, അപ്പൊ ഇവിടെ എത്ര വരും? 1 2 3 4. 8ന്റെ 1234 മടങ്ങിനോട് എന്ത് കൂട്ടിയത്? 4. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടപ്പോ 987 ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇതിന് നോക്കൂ, ഇതിന് 4 അക്കങ്ങളുണ്ട്. അപ്പൊ ഇവിടെ 4 അങ്ങനെയും പറയും. എന്തെല്ലാം കാര്യങ്ങൾ അതിൽ നിന്ന് കണ്ടുപിടിക്കാന്നറിയോ? ഇനി നമുക്ക് നോക്കാം. ഇവിടെ ഞാന് 9876നെ 8ന്റെ മടങ്ങും മിച്ചവുമായിട്ട് എഴുതാൻ പോവാം. ഇവിടെ നോക്കാം, 9876 4 അക്കങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ 4 ഒന്നുകൾ എടുക്കുന്നു. 4 ഒന്നുകൾ എടുക്കുമ്പോ 8ന്റെ 1111 മടങ്ങ്, അപ്പൊ 8888. ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? 8888 കുറയ്ക്കണം. 9876ൽ നിന്ന് 8888 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും, എത്രയാ കിട്ടുന്നത്? 988 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്ത നോക്കാം. അടുത്തത് നമുക്ക് എങ്ങനെ എഴുതാം? 8ന്റെ 111 മടങ്ങ്, അതായത് ഇവിടെ 4 ഉണ്ടായിരുന്നു, പിന്നെ 1 കുറയും, അപ്പൊ 3 1 വരും. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 858 കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് മൈനസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എത്രയാണ് വരുന്നത്? 100 ആണ് വരുന്നത്. ഇവിടെ നമ്മൾ 100 എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 8ന്റെ 11 മടങ്ങ്, അതായത് 8ന്റെ 11 മടങ്ങ് 88. ബാക്കി എത്ര വരും? 12 വരും. ഇനി ഇവിടെ നമുക്ക് 8ന്റെ 1 മടങ്ങ്, 8ന്റെ 1 മടങ്ങ് എന്ന് പറയുമ്പോൾ 8 തന്നെയാണ് വരിക. ബാലൻസ് എത്രയാണ് വരിക? നോക്കൂ, 1111 1 വീതം കുറഞ്ഞങ്ങനെ വന്നു. പിന്നെ ഇവിടെ നമുക്കറിയാം 4 1000ത്തിന്റെ സ്ഥാനത്ത് 1 വരുള്ളൂ, പിന്നെ 2 100കള്, 3 10കള്, 4 1കള്, 1234 വന്നു. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് 1234. അതായത് 8ന്റെ 1234 മടങ്ങിനോട് കൂടെ മിച്ചം 4 കൂട്ടി. ഓക്കെ ആണല്ലോ? കൂട്ടുകാർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്തതായി ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ കിട്ടുന്ന സംഖ്യാക്രമം തുടർന്ന് എഴുതാമോ? നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ഇപ്പൊ നമ്മൾ പഠിച്ച ആ കാര്യങ്ങളെല്ലാം ഒരു ക്രമം തുടർന്നു പോകുന്ന രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. നോക്കാം, ഇവിടെ 9 വന്നു, 8 ഇൻറ്റു 1 കൂട്ടണം 1. 8ന്റെ 1 മടങ്ങിനോട് കൂടെ 1 കൂട്ടിയത്. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മൾ ഇവിടെ വരെ പഠിച്ചതാണ്. അത് പഠിച്ച കാര്യങ്ങൾ എഴുതി വെച്ചതാണ്. ഇനി ഈ പാറ്റേൺ നോക്കിയിട്ട് നിങ്ങൾ ഇത് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ പറ്റണം.
അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത ആ നമ്പർ ചാർട്ടിനോട് അനുബന്ധമായി നമുക്ക് ചെയ്യാവുന്ന രണ്ടാമത്തെ ചാർട്ടാണിത്. മൂന്നാമത്തെ ഒരെണ്ണം കൂടെ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് ശാസ്ത്രമേളയിൽ മത്സരിക്കാം. ഇനി ഇവിടെ നോക്കാം. ഇവിടെ വെറുതെ ഇങ്ങനെ എഴുതി വെച്ചാൽ പറ്റില്ല കേട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിനകത്ത് വേണം. ഇനി ഇവിടെ നോക്കാം. നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ ഇനി കൂടുതലായിട്ട് പറയുന്നില്ല. ഇവിടെ അല്ല, ഇവിടെ 9 ഒരക്കേ ഉള്ളൂ. ഇവിടെ 1 വന്നു, ഇവിടെ 1 അല്ലേ? ഇവിടെ രണ്ടക്കങ്ങളുണ്ട്. അപ്പൊ ഇവിടെ 1 2 വന്നു, ഇവിടെ 2 വന്നു. പിന്നെ ഇങ്ങനെ ഇവിടെ 1 1 2 1 2 3 അങ്ങനെ കൂടി കൂടി പോകുന്നു. ഇവിടെ 9 9 8 9 8 7 അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു 9 8 7 6 5 4 3 2 1 വരെ വരണം. ആ ഒരു വരി മാത്രം ഞാൻ എഴുതിയിട്ടില്ല, നിങ്ങൾക്ക് എഴുതാം. അങ്ങനെ വരുമ്പോ ഇവിടെ 8 ഇൻറ്റു 1 2 3 4 5 6 7 8 ഇവിടെ ഒരു 9 കൂടെ വരും. കൂട്ടണം, ഇവിടെ എന്താണ് വരിക? മിച്ചം 9 ആണ് വരിക. അപ്പൊ ഈ കാര്യങ്ങൾ ഇവിടെ എത്ര അക്കങ്ങളുണ്ടോ അത് തന്നെയാണ് ഇവിടെ വരുന്നത്. ഒന്നത് പറയാം. പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ 8ന്റെ 1 മടങ്ങിനോട് കൂടെ മിച്ചം 1 കൂട്ടിയതാണ് 9. അടുത്തത് വരുമ്പോ 8ന്റെ 12 മടങ്ങിനോട് കൂടെ മിച്ചം 2 കൂട്ടുന്നതാണ് 98. അപ്പൊ അടുത്തത് ഗസ് ചെയ്യാം. ഗസ് ചെയ്യുന്നത് നമ്മൾ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി കൃത്യമായിട്ട് എഴുതി പരിശോധിച്ച് നോക്കുക. അപ്പൊ നമുക്ക് വളരെ കൃത്യമായി കിട്ടിയ കാര്യങ്ങൾ നമ്മൾ ചാർട്ട് രൂപത്തിൽ ഇവിടെ എഴുതി. കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പോ ഈ പാഠഭാഗം ഹരണരീതികൾ എന്ന പാഠഭാഗം, ഡിവിഷൻ മെത്തേഡ്സ് എന്ന പാഠഭാഗം തീർന്നു. അപ്പൊ അടുത്തത് നമുക്ക് അടുത്ത പാഠം ഉടൻ തന്നെ നമുക്ക് തുടങ്ങാം. നല്ല രസകരമായ പാഠമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ആഴത്തിൽ പഠിക്കുക. ഈ ഡിവിഷൻ മെത്തേഡ്സ് വളരെ ഭരണരീതികൾ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നിങ്ങൾക്ക് ഭാവിയിൽ പ്രശ്നം വരാതിരിക്കുള്ളൂ. അടിത്തറ നല്ലോണം ഉറക്കണം. അപ്പൊ കൃത്യമായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അധ്യാപക സുഹൃത്തുക്കൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പൊ അടുത്ത പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ലവ് യു ഓൾ. ബൈ.